ഇതാണ് കേട്ടോ കൊഴുപ്പച്ചീര. നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ വെറൈറ്റീസ് ഓഫ് ചീരകളുണ്ട്. അതിലൊരു തരം ആണ് ഈ കൊഴുപ്പച്ചീര. അപ്പോൾ ഇത് നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ കാലത്ത് അരിഞ്ഞ് ഉച്ചയിലത്തേന് തോരൻ വെക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസായിട്ട്. അപ്പോൾ അത് കുക്ക് ചെയ്യാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടാവുമ്പോഴേ അതിൽ കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. ഇത് ഈ ചീര എന്ന് പറയുന്നത് കിളുന്ത് വേണം അതിൻ്റെ എടുക്കാൻ. മൂത്ത ഇലകൾ എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിനൊരു ചെറിയൊരു കയ്പുണ്ടെന്നാണ് പറയണത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ഇഷ്ടം ഇത്. അപ്പോൾ അതേ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റണം. കാരണം ഈ നമ്മുടെ പച്ചമുളകും അതുപോലെ സവോളയൊക്കെ ഒന്ന് കുക്കായി വരണം. കാരണം ഈ ചീര ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആവി കയറിയ ചീര വേവും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കൂടുതൽ സമയമൊന്നും വേണ്ട വേവാനായിട്ട് കേട്ടോ. അപ്പോൾ ചീര നമ്മുടെ വീട്ടിലുള്ള ചീരയാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ജൈവമാണ് തീർത്തും എല്ലാം ജൈവ ചീരയാണ്. അപ്പോൾ അതേ സവോള വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് വഴന്ന് വന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് നമ്മുടെ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചീര തോരൻ വയ്ക്കുമ്പോൾ പരിപ്പിട്ടിട്ട് വയ്ക്കും, പരിപ്പിടാതെയും വയ്ക്കും. പരിപ്പിട്ടിട്ട് വയ്ക്കുമ്പോൾ ആ പരിപ്പ് വെന്തുടയാൻ പാടില്ല, ഇങ്ങനെ മണിമണിയായിട്ട് കിടക്കണം കേട്ടോ. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ അതേ നമ്മുടെ ചീര നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പം തന്നെ അത് കുക്കായി കണ്ട അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് നാളികേരം ഇടുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ തോരൻ സൂപ്പറാട്ടോ. പിന്നെ ചപ്പാത്തിയും അതുപോലെ പൊറോട്ട എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. അത് ഈ ചീര ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡിലൊന്നാണ് ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചീരയാണ് തോരൻ, കൊഴുപ്പച്ചീര. അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ കറി വയ്ക്കാൻ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള ചീര കൊണ്ട് നമുക്ക് അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഉപ്പേരി തയ്യാറാക്കാം കേട്ടോ.